നമസ്കാരം, ന്യൂസ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi Life Easy. ദില്ലി പട്യാല ഹൗസ് കോടതിയിൽ സംഘപരിവാർ അനുകൂലികളായ അഭിഭാഷകരുടെ ഗുണ്ടാവിളയാട്ടം. കോടതിക്കുള്ളിൽ കന്നയ്യ കുമാറിനെ നിലത്തിട്ട് ചവിട്ടി. മാധ്യമപ്രവർത്തകർക്ക് നേരെ മർദ്ദനവും കല്ലേറും. സുപ്രീം കോടതി കമ്മീഷനോടും അതിക്രമം. കന്നയ്യയുടെ ജീവന സുരക്ഷ ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി. കന്നയ്യയെ മാർച്ച് 2 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്ന് BS ബസി. ബംഗാളിൽ കോൺഗ്രസുമായുള്ള സഖ്യത്തെ പിന്തുണച്ച് VS അച്യുതാനന്ദൻ CPIM കേന്ദ്ര കമ്മിറ്റിയിൽ. എതിർപ്പുമായി കേരള ഘടകം. കേന്ദ്ര കമ്മിറ്റിയിലും ഭിന്നത രൂക്ഷം. അന്തിമ തീരുമാനം നാളെ. BJPയോട് അകന്ന് BDJS. ആദർശ രാഷ്ട്രീയമല്ല, അവസരവാദ രാഷ്ട്രീയമാണ് നയമെന്ന് വെള്ളാപ്പള്ളി. ഇപ്പോൾ അടവ് നയത്തിൻ്റെ കാലമാണ്. ആദർശ രാഷ്ട്രീയം മരിച്ചുപോയി. അവസരവാദ രാഷ്ട്രീയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. BDJSുമായി രഹസ്യ ചർച്ച നടത്തിയെന്ന വാദം തള്ളി CPIMും കോൺഗ്രസും. ജനപക്ഷം പിരിച്ചുവിട്ട് K. രാമൻപിള്ള BJPയിൽ. റേഷൻ ഡിപ്പോ അഴിമതിയിൽ അടൂർ പ്രകാശിന്റെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ടത് റെയിൽവേയാണ്. സംസ്ഥാനത്ത് നേരിടുന്ന സംസ്ഥാനത്തിന്റെ പൊതുകടം കുതിച്ചുയരുന്നുവെന്ന് CAG റിപ്പോർട്ട്. പ്രാഥമിക ചെലവിന് പോലും കടം വാങ്ങുന്നു. അക്ബർ കക്കട്ടിലിന് സാഹിത്യ ലോകത്തിന്റെ വിട. അതിരഞ്ജലി അർപ്പിച്ച് സാംസ്കാരിക കേരളം. വിടവാങ്ങിയത് അനുഭവിക യാഥാർത്ഥ്യത്തിന്റെ എഴുത്തുകാരൻ. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കന്നയ്യ കുമാറിനെ ഹാജരാക്കുന്നതിനിടെ ദില്ലി പട്യാല ഹൗസ് കോടതിയിൽ വീണ്ടും അഭിഭാഷകരുടെ അഴിഞ്ഞാട്ടം. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഒരുക്കിയ സുരക്ഷാ സന്നാഹങ്ങൾ മറികടന്ന അക്രമികൾ കന്നയ്യ കുമാറിനെ കോടതിക്കകത്തും പുറത്തും മർദ്ദിച്ചു. മാധ്യമപ്രവർത്തകർക്ക് നേരെ കല്ലെറിഞ്ഞ അക്രമികൾ സുപ്രീം കോടതി അഭിഭാഷക കമ്മീഷനെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അതിനിടെ കന്നയ്യ കുമാറിനെ കോടതി മാർച്ച് 2 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കനയ്യ കുമാറിനെ ഹാജരാക്കുമ്പോൾ കർശന സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കണമെന്നും കോടതി മുറിയിൽ ഏതാനും പേരെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ എന്നുമുള്ള സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ചാണ് പട്യാല ഹൗസിൽ വീണ്ടും ആക്രമണം അരങ്ങേറിയത്. ഉച്ചയ്ക്ക് 1:30 ഇരുവിഭാഗം അഭിഭാഷകർ തമ്മിലുള്ള കയ്യേറ്റത്തിനിടെ കോടതിക്ക് പുറത്ത് മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെട്ടതോടെയാണ് തുടക്കം. പിന്നാലെ മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്തേക്ക് കല്ലേറായി. കോടതിയുടെ 1-ാം നിലയിൽ തമ്പടിച്ച സംഘപരിവാർ ബന്ധമുള്ള അഭിഭാഷകർ പതാക വീശി JNUവിനും കനയ്യ കുമാറിനുമെതിരെ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞു. 2:30 കനയ്യ കുമാറിനെ ഹാജരാക്കിയപ്പോൾ അഭിഭാഷകരിലൊരാൾ കനയ്യക്ക് നേരെ പാഞ്ഞെടുത്ത് മർദ്ദിച്ചു. നിലത്തിട്ട് ചവിട്ടി. കോടതിയിലെത്തിയപ്പോൾ കനയ്യ ആക്രമണത്തെപ്പറ്റി അറിയിച്ചെങ്കിലും മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്ന് നിരീക്ഷണമൊന്നും ഉണ്ടായിട്ടില്ല. താൻ ഭീകരനല്ലെന്നും കുടുക്കിയതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും കനയ്യ അറിയിച്ചു. ഭരണഘടനയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പോലീസ് കസ്റ്റഡി നീട്ടി നൽകാൻ ദില്ലി പോലീസ് ഇന്ന് ആവശ്യപ്പെട്ടില്ല. തൊട്ടുപിന്നാലെ കനയ്യയെ മാർച്ച് 2 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട് മജിസ്ട്രേറ്റ് ഉത്തരവിറക്കി. സംഘർഷത്തെ തുടർന്ന് കോടതി നിർത്തിവയ്ക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും നടപടികൾ ആരംഭിച്ചതിനാൽ മജിസ്ട്രേറ്റ് അതുമായി മുന്നോട്ട് പോവുകയായിരുന്നു. തിങ്കളാഴ്ചത്തെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ അഭിഭാഷകർ ഇന്നും മുൻനിരയിലുണ്ടായിരുന്നെങ്കിലും പോലീസ് ഇവരെ പിടികൂടിയില്ല. സംഘർഷത്തിനിടെ സുപ്രീം കോടതി അയച്ച അഭിഭാഷക കമ്മീഷൻ കോടതിയിലെത്തിയപ്പോൾ ഇവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചും കല്ലെറിഞ്ഞും പുറത്താക്കാനായിരുന്നു ശ്രമം. ഒരേ തരത്തിലുള്ള ആക്രമണം 2-ാം ദിവസവും ആവർത്തിച്ചിട്ടും പോലീസ് നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയായിരുന്നു. ഇന്നത്തെ ആക്രമണത്തിൽ ഉൾപ്പെട്ട എത്ര പേർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് കാത്തിരുന്നു കാണാം. പട്യാല ഹൗസ് കോടതിയിൽ നിന്നും ക്യാമറമാൻ ഷിജു പട്ടുവത്തോടൊപ്പം M. ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ. കന്നയ്യ കുമാറിനെ ഹാജരാക്കിയപ്പോൾ പട്യാല ഹൗസ് കോടതി വളപ്പിൽ നടന്ന അനിഷ്ട സംഭവങ്ങളിൽ സുപ്രീം കോടതി അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തി. അഭിഭാഷക കമ്മീഷനോടും സുപ്രീം കോടതി രജിസ്ട്രാർ ജനറലിനോടും ദില്ലി പോലീസിനോടും അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കന്നയ്യയുടെ ജീവന സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് ദില്ലി പോലീസ് കമ്മീഷണർക്ക് കോടതി കർശന നിർദ്ദേശം നൽകി. സമാനതകളില്ലാത്ത സംഭവങ്ങൾക്കാണ് സുപ്രീം കോടതിയുടെ 5-ാം നമ്പർ കോടതി മുറി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സാക്ഷ്യം വഹിച്ചത്. ജസ്റ്റിസുമാരായ J. ചെലമേശ്വറും AM സാപ്രയും അടങ്ങുന്ന ബെഞ്ച് പട്യാല ഹൗസ് കോടതിയിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ ഞെട്ടലോടെയാണ് കേട്ടത്. തുടർന്ന് രാവിലെ പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ 5 സീനിയർ അഭിഭാഷകരെ കോടതി ചുമതലപ്പെടുത്തി. കപിൽ സിബൽ, രാജീവ് ധവാൻ, ഹരീൻ റാവൽ, ദുഷ്യന്ത് ദാവെ, AK സിൻഹ എന്നിവരടങ്ങുന്നതായിരുന്നു കമ്മീഷൻ. കമ്മീഷൻ അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി നേരിട്ട് ദില്ലി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് കമ്മീഷൻ അംഗങ്ങൾ പട്യാല ഹൗസ് കോടതിയിലേക്ക്
അരമണിക്കൂറിന് ശേഷം കമ്മീഷൻ അംഗങ്ങൾ സുപ്രീം കോടതിയിൽ മടങ്ങിയെത്തി തങ്ങൾക്കുണ്ടായ തിക്താനുഭവങ്ങൾ പങ്കുവച്ചു. പോലീസ് ബന്ദോബസ്തില്ലായിരുന്നുവെങ്കിൽ പട്യാല ഹൗസ് കോടതിയിൽ നിന്ന് ജീവനോടെ താൻ സുപ്രീം കോടതിയിൽ എത്തില്ലായിരുന്നുവെന്ന് മുൻ നിയമമന്ത്രിയും സീനിയർ അഭിഭാഷകനുമായ കപിൽ സിബൽ കോടതിയെ അറിയിച്ചു. മജിസ്ട്രേറ്റിന് മുന്നിൽ വെച്ച് പോലും കനയ്യകുമാറിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് നിഷ്ക്രിയരായിരുന്നുവെന്ന് രാജീവ് ധവാൻ ചൂണ്ടിക്കാട്ടി. അഭിഭാഷക കമ്മീഷൻ അംഗങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഹരീൻ റാവൽ സുപ്രീം കോടതിക്ക് കൈമാറി. എല്ലാം ശ്രദ്ധിച്ചു കേട്ട ജഡ്ജിമാർ നാളെ ഉച്ചയ്ക്ക് 2:30 റിപ്പോർട്ട് സമർപ്പിക്കാൻ അഭിഭാഷക കമ്മീഷനോടും സുപ്രീം കോടതി രജിസ്ട്രാർ ജനറലിനോടും നിർദ്ദേശിച്ചു. ദില്ലി പോലീസ് കമ്മീഷണറോട് വെള്ളിയാഴ്ച രാവിലെ 10:30 റിപ്പോർട്ട് നൽകാനും കോടതി ഉത്തരവിട്ടു. ഇതിനിടെ കനയ്യകുമാറിന്റെ ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ ദില്ലി പോലീസിന് സാധിച്ചില്ലെങ്കിൽ കേന്ദ്രസേനയെ ഉത്തരവാദിത്തമേൽപ്പിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ബി ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, BJP ദേശീയ സമിതി അംഗം, ശ്രീ KVS ഹരിദാസ്, ജന്മഭൂമിയുടെ മുൻ എഡിറ്റർ, ശ്രീ P രാജീവ്, CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, കോൺഗ്രസ് നേതാവ് എന്നിവർ. ആദ്യം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, പോലീസിന്റെ പൂർണ്ണമായ സംരക്ഷണയിലാണ് സംഘപരിവാറുകാരായ അഭിഭാഷകർ ഇന്ന് കോടതിക്ക് പുറത്തും അകത്തും അഴിഞ്ഞാടിയത്. നിങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തോട് തന്നെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണോ? ഇത് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന അതിക്രമമല്ലേ? അല്ല, നേരത്തെ തന്നെ ഈ വാർത്ത തുടങ്ങുന്നതിന് മുൻപ് സൂചിപ്പിക്കുന്നത് കേട്ടു, BJPയുടെയും RSSന്റെയും ഗുണ്ടകളാണ് അവിടെ അഴിഞ്ഞാടിയത് എന്നുള്ള നിഗമനത്തിൽ ഇപ്പൊ തന്നെ ചാനൽ എത്തിക്കഴിഞ്ഞല്ലോ. അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ വിഷയം, ഈ കോടതിക്കകത്ത് ഇത്തരമൊരു സാഹചര്യം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? ഇവിടെ മാധ്യമപ്രവർത്തകർക്കെതിരെ കല്ലേറ് നടത്താൻ വേണ്ടി കോടതി മുറിക്കകത്ത് നിന്ന് ആളുകൾ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു കോൺസ്പിറൻസി ഉണ്ട്, ഒരു ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചന ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ടും ഈ ഗവൺമെന്റിനെതിരായിട്ടും ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളെ കൊണ്ടും എങ്ങനെ പ്രതികരിപ്പിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഈ വക്കീലന്മാർക്കിടയിലൊക്കെ അവരുടെ അകത്തേക്ക് നുഴഞ്ഞുകയറ്റം നടത്തിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ചും അന്വേഷണം നടത്തണം. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലാണ് നമ്മൾ പ്രതീക്ഷ വെച്ചിട്ടുള്ളത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, 2 ദിവസം മുൻപ് നടന്നത് എന്താണോ അത് ആവർത്തിക്കപ്പെടുകയാണ് ചെയ്തത്. 2 ദിവസം മുൻപ് അഴിഞ്ഞാടിയവർ ആരാണോ അവർ തന്നെയാണ് ഇന്നും അഴിഞ്ഞാടിയിരിക്കുന്നത്. വിക്രം ചൗഹാനെ ശോഭാ സുരേന്ദ്രൻ അറിയുമോ എന്നറിയില്ല. എന്തായാലും രാജ്നാഥ് സിംഗിനും നരേന്ദ്രമോദിക്കും ഒക്കെ അറിയാം. അയാൾ BJPക്കാരനാണ്. അയാൾ ഇനിയും ഇങ്ങനെ ചെയ്യുമെന്ന് ഇന്നലെ ടെലിവിഷൻ ചാനലുകൾക്ക് മുൻപിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അനങ്ങിയോ ഡൽഹി പോലീസ്? ഇന്ന് കല്ലും വടിയുമായി ഇയാളുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടകളെ ആരാണ് ഈ കോടതിയിലേക്ക് കയറ്റിവിട്ടത്? അത് പറയണം. അതായത് അവിടെ കൃത്യമായിട്ട് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ട് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇപ്പൊ തന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം അക്രമ സംഭവത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കെതിരെ കൃത്യമായി കേസെടുത്തിട്ടുണ്ടല്ലോ, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വക്കീലന്മാർ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെടാൻ അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. മിസ്റ്റർ അഭിലാഷ്, ബോധ്യപ്പെടേണ്ട പ്രശ്നമേ ഇല്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇന്ന് അക്രമം ഉണ്ടാക്കിയ ആളുകളാണ് 2 ദിവസം മുൻപും അക്രമം ഉണ്ടാക്കിയത്. അവരുടെ വീഡിയോ ഫുട്ടേജുകൾ നമ്മുടെ നാട്ടിലെ ടെലിവിഷൻ ചാനലുകൾ ഈ അക്രമികളുടെ തലയ്ക്ക് മുകളിൽ വട്ടം വരച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 3 ദിവസമായി. ഡൽഹി പോലീസിന് ഇത് കാണാൻ കഴിയാത്തതല്ല. ഡൽഹി പോലീസിന് ഈ ആളുകളെ അറിയാത്തതല്ല. ഡൽഹി പോലീസ് ഇതിന് വളം വെച്ചു കൊടുക്കുകയാണ്, ഇതിനെ സ്പോൺസർ ചെയ്യുകയാണ്. ഡൽഹി പോലീസ് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പോലീസ് സംവിധാനമാണ്. BS ബസിക്ക് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ആണോ നിർദ്ദേശം നൽകിയത്? കനയ്യകുമാർ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നും കനയ്യകുമാർ ഈ കേസിൽ കുറ്റാരോപിതനാണ് എന്നും ഡൽഹിയുടെ പോലീസ് പറയുമ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നപ്പോൾ അതിനെ വിശ്വസിക്കാൻ സാധിക്കാത്ത കേരളത്തിലെ ഒരു വിഭാഗം വരുന്ന മീഡിയയ്ക്ക് കൃത്യമായിട്ട് ചില നിർദ്ദേശങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ പോലീസ് അന്വേഷണം നടത്തുമ്പോൾ അങ്ങനെ ചാനൽ പ്രവർത്തകന്മാര് വട്ടം വരച്ച് കാണിച്ചു കൊടുത്താൽ മാത്രം പോരാ, അന്വേഷണം പൂർത്തീകരിക്കപ്പെടണം. ആ അന്വേഷണം പൂർത്തീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് ആരും തന്നെ ഭയപ്പെടുന്നില്ല. അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അക്രമികളെ പിടികൂടാനുള്ള സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നമുക്ക് അക്രമം നടത്തിയ ആളുകൾ ആരാണെന്നും എല്ലാ ആളുകൾക്കും ദൃശ്യങ്ങൾ തെളിവായിട്ടുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഈ നേരം വരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ദയവായി തുടരുക. ശ്രീ P രാജീവ്, ഇത് വെറുതെ അങ്ങ് നടന്നു പോകുന്നതാണോ? ഡൽഹി പോലീസിന്റെ സഹായമില്ലാതെ, അവരുടെ അനുകൂലമായ സമീപനമില്ലാതെ കോടതിക്കുള്ളിൽ വെച്ച് പോലും ഒരു കസ്റ്റഡി തടവുകാരനെ ഇങ്ങനെ മർദ്ദിക്കുന്ന സംഭവം ഉണ്ടാകുമോ?
ഇത് അങ്ങേയറ്റം അപകടകരമായിട്ട് നീക്കമാണ്. ഒരു ആസൂത്രണം ഇല്ലാതെ ഇത്തരം ഒരു പദ്ധതി നടപ്പാകുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് പോലും കോടതി മുറികൾക്കകത്ത് നടക്കാത്ത കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് ഹാജരാക്കുന്ന പ്രതികൾക്ക് പോലും ആരുടെയും മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടില്ല. ജയിൽ മുറികൾക്കകത്ത് ലോക്കപ്പിലുണ്ടായിട്ടുണ്ടാകും. ഇവിടെ ഒരു തവണ നടക്കുന്നു. ആ നടന്ന സംഭവത്തിന് BJPയുടെ MLA നേതൃത്വം നൽകുന്നു, BJPക്കാരുടെ അഭിഭാഷകർ നേതൃത്വം നൽകുന്നു. അതിനുശേഷം അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു. സുപ്രീം കോടതി ഇടപെടുന്നു. സുപ്രീം കോടതിയുടെ ഇടപെടലുകളെ പോലും പുല്ലുവില കൽപ്പിക്കാതെ അതേ അഭിഭാഷകർക്ക് വീണ്ടും കോടതിക്കകത്ത് വരാനും കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയെ ആക്രമിക്കാനും കഴിയുന്നു എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ എല്ലാവിധ പിന്തുണയുമുണ്ട്. പോലീസിൻ്റെ പിന്തുണ എന്ന് പറയുമ്പോൾ ഡൽഹി പോലീസ് പൂർണ്ണമായിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയാതെ, കേന്ദ്ര സർക്കാർ അറിയാതെ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നില്ല. അപ്പോൾ കോടതിയിൽ പോലും നിങ്ങൾ വിയോജിപ്പുള്ള ഒരാളാണെങ്കിൽ സുരക്ഷിതമല്ല എന്ന പ്രഖ്യാപനമാണ്. 2, ദേശീയ പതാകയെ പോലും അനാദരവ് കാണിച്ചുകൊണ്ട് ദേശീയ പതാക കെട്ടിയ വടികൊണ്ട് അടിക്കാൻ പോലും ഒരു മടിയില്ല എന്ന പ്രഖ്യാപനം വരികയാണ്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മുടെ രാജ്യത്ത് മിലുമിലുക്കുന്ന ഭരണഘടനാ സംവിധാനത്തെ തകർക്കുന്ന രൂപത്തിൽ, ജനാധിപത്യ സംവിധാനത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഒരു ഭീകര വാഴ്ചയിലേക്കാണ് ഈ രാജ്യം പോകുന്നു എന്ന സന്ദേശമാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. ശരിയല്ലേ ശ്രീ KVS ഹരിദാസ്? ഇവിടെ കോടതിക്കുള്ളിൽ വെച്ചൊരാൾ, ഒരു കസ്റ്റഡിയിലുള്ള പ്രതി ആക്രമിക്കപ്പെടുകയാണ്. അയാൾ ഇന്ന ആളുകളാണ് എന്നെ ആക്രമിച്ചത്, കോർട്ട് റൂമിലുണ്ട് അവർ എന്ന് മജിസ്ട്രേറ്റിന് മുൻപാകെ പറഞ്ഞിട്ട് അവരെ ഒന്ന് തടഞ്ഞു വെക്കാൻ പോലും ദില്ലി പോലീസിന് സാധിക്കുന്നില്ല. ഇത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു ശിക്ഷ നടപ്പാക്കലല്ലേ? അഭിലാഷം, ഞാൻ ഇതിനെ വേറൊരു തലത്തിലാണ് കാണുന്നത്. ഇപ്പോൾ ഡൽഹി സർവകലാശാല JNUവിലുണ്ടായ ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതിയെ കൊണ്ടുവരുന്ന സമയത്ത് ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം ഒരു വൻ സംഘം പട്യാല കോടതിയിൽ അന്ന് ഹാജരായിരുന്നു. അതിനൊപ്പം തന്നെ സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിക്കുന്നത് BJPക്കാരായ അഭിഭാഷകർ തന്നെ ആവാം, അവരും ആ സംഭവ സ്ഥലത്തെത്തും. അതിനെ തുടർന്നുണ്ടായ സംഘർഷം തന്നെയാവണം ഇത്, സംശയമൊന്നുമില്ല അതിനകത്ത്. സ്വാഭാവികമായിട്ടും ആ സമയത്ത് മാധ്യമപ്രവർത്തകരും അവിടെ എത്തുന്നു. മാധ്യമപ്രവർത്തകരുടെ തിരക്ക് കോടതി മുറിയിൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പട്യാല കോടതിയിൽ ഇപ്പോൾ രാജുവൊക്കെ പോയിട്ടുണ്ടാവും. അല്ല, ഇവിടെ ഞാനൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താം. സുപ്രീം കോടതി ഇന്ന് രാവിലെ ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്നു. 5 മാധ്യമപ്രവർത്തകരെ മാത്രമേ കോടതി മുറിക്കുള്ളിൽ പ്രവേശിപ്പിക്കാവൂ, 25 പേരെ മാത്രമേ ആ കോടതി വളപ്പിനുള്ളിൽ പ്രവേശിക്കാവൂ. ഇതൊക്കെ വളരെ കൃത്യമായ സുപ്രീം കോടതിയുടെ ഭാഗത്ത്. എല്ലാ ആളുകളെയും ഇങ്ങനെ കടത്തിവിടാനാണെങ്കിൽ അവിടെ ഒരു പോലീസ് സംവിധാനത്തിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുൻകൂട്ടി കാണാൻ, അതനുസരിച്ചുള്ള സമീപനം സ്വീകരിക്കാൻ ഡൽഹി പോലീസിന് കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ല, ഇങ്ങനെ വേണമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ്. അല്ല അഭിലാഷ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ആദ്യ ദിവസം ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇന്നിപ്പോൾ ഉണ്ടായ സംഭവത്തിന് ഡൽഹി പോലീസ് കമ്മീഷണർ നൽകിയിട്ടുള്ള ഒരു വിശദീകരണമുണ്ട്, നമ്മളൊക്കെ കണ്ടു കാണും. അഭിഭാഷകരുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ വേണ്ട എന്ന് ഡൽഹി പോലീസ് തീരുമാനിച്ചു. അതിൽ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ ചാനലുകളിൽ കണ്ടതാണ്. അഭിഭാഷകരുമായിട്ടൊരു ഏറ്റുമുട്ടലിന് ശ്രമിച്ചാൽ അത് വഴിവിട്ട് പോകും. മുമ്പ് അലഹബാദിലും ഡൽഹിയിലും ചെന്നൈയിലും ഉണ്ടായ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകരുമായിട്ട് ഒരു കോൺഫ്രണ്ടേഷൻ വേണ്ട, അല്ലെങ്കിൽ അവരെ ഉന്തി മാറ്റാൻ പോലും പോലീസ് മുതിരണ്ട എന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാണ് ഡൽഹി പോലീസ് കമ്മീഷണർ പറയുന്നത്. ആ തീരുമാനം കോടതിയുടെ 6 അംഗ അഭിഭാഷക സംഘം ഇതേ കോടതിയിലേക്ക് ചെന്നിരുന്നു. അവർക്ക് നേരിട്ട അനുഭവം എന്താണ്? ഭാഗ്യം കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത് എന്നാണ് സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകർ സുപ്രീം കോടതിയെ അതിനുശേഷം അറിയിച്ചത്. എന്തൊക്കെ അനുഭവം നേരിട്ടു എന്ന് രാജീവ് ധവാൻ വിശദീകരിച്ചല്ലോ. അദ്ദേഹത്തെ എന്തൊക്കെ അസഭ്യമാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല, അത് ടെലിവിഷൻ ചർച്ചയിൽ പറയാൻ കൊള്ളാത്ത കാര്യമാണ്. ഇതൊക്കെ താങ്കൾക്ക് അറിവുള്ളതാണല്ലോ. അല്ല, ഞാൻ കുറ്റപ്പെടുത്തുന്നതിനെ ന്യായീകരിക്കുകയല്ല. ആ സംഭവങ്ങൾ ഡൽഹി പോലീസ് ഓൺ ചെയ്തിരിക്കുകയാണ്. ആ സംഭവം അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണോ ഡൽഹി പോലീസിനാണോ എന്നുള്ളത് ഗൗരവത്തിൽ കേന്ദ്ര സർക്കാരും കണക്കിലെടുക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഒരു കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഡൽഹി പോലീസിനെ കുറിച്ച് സൂചിപ്പിക്കാം. നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഡൽഹിയിൽ കുറേ ക്രൈസ്തവ ദേവാലയങ്ങൾ, ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. നമ്മുടെയൊക്കെ മുമ്പിലുള്ള ഒരു സംഭവമാണ്, നമ്മളെല്ലാം മറക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങളാണ്. അന്ന് ആ ഒരു കേസിൽ ഡൽഹി ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പോലീസായിരുന്നെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെങ്കിലും ഒരു പ്രതിയെപ്പോലും പിടിക്കാൻ ഈ പോലീസിനെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. അവിടെ BJPയെ പോലും വല്ലാതെ പ്രതിക്കൂട്ടിലാക്കിയ സംഭവങ്ങളായിരുന്നു. പരമ്പരയാണ്. തുടരുക ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഇത് ഒരു പോലീസ് സംവിധാനത്തിൻ്റെ വീഴ്ചയായി മാത്രം ചുരുക്കി കാണുന്നുണ്ടോ താങ്കൾ? ഈ പ്രതിയെ
കോടതിയിൽ ഹാജരാക്കുമ്പോൾ ചിലത് സംഭവിക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, മുൻപ് ഇദ്ദേഹത്തെ ഹാജരാക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയുകയും ചെയ്യാം. എന്നിട്ടും ഈ രാജ്യത്തെ പത്രപ്രവർത്തകർ ഭീകരമായ വിധത്തിൽ മർദ്ദിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഒരു കുറ്റാരോപിതന് കോടതി മുറിക്കകത്ത് ഈ രീതിയിൽ മർദ്ദനമേൽക്കേണ്ടി വരുന്നു. ഇത് ഒരു പോലീസ് സംവിധാനത്തിൻ്റെ നോട്ടക്കുറവ് കൊണ്ട്, ജാഗ്രത കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് എന്ന് കരുതുന്നോ കോൺഗ്രസ്? അഭിലാഷ, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇതിനകത്ത് ഇപ്പോൾ വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജയിക്കാൻ വേണ്ടിയുള്ള അഭിപ്രായം പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഭരണകൂട ഭീകരതയുടെയും അതുപോലെ ഫാസിസത്തിൻ്റെയും പ്രത്യക്ഷമായിട്ടുള്ള നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നിവിടെ കണ്ടിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹം ആദ്യം നടത്തിയൊരു പ്രസ്താവന, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയേണ്ട ആളാണോ ആഭ്യന്തര വകുപ്പ് മന്ത്രി? അദ്ദേഹമല്ലേ ഈ നാട്ടിലെ ഈ ചർച്ചകളൊക്കെ തന്നെ ഇങ്ങനെ നയിച്ചതും? ഈ കനയ്യകുമാർ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ അദ്ദേഹത്തിന് ലഷ്കർ എ തൊയ്ബ പോലെയുള്ള ഭീകര സംഘടനയുമായിട്ടുള്ള ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞതും ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ലേ? ഇന്ന് അതേ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെയല്ലേ കനയ്യകുമാർ ഇതിനകത്ത് നിരപരാധിയാണെന്ന് പറയുന്നത്? ഇവിടെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ മാധ്യമപ്രവർത്തകരെ അടക്കം മർദ്ദിക്കുന്നു. എന്നിട്ട് ഈ കാണുന്നതൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് അംഗീകരിക്കാൻ കഴിയും? ഞാനൊന്ന് ചോദിക്കട്ടെ, കനയ്യകുമാറിനെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ വേണ്ടത്ര സുരക്ഷ കൊടുക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നില്ലേ? സർവകക്ഷി യോഗത്തിൽ അത് സംബന്ധിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷികളെ ഇതേ സംബന്ധിച്ചുള്ള ആശങ്ക പ്രകടിപ്പിച്ചിട്ടില്ലേ? ഇനി ബഹുമാന്യനായ അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞു, എന്താ പറഞ്ഞ, കോടതി വളപ്പിൽ അഭിഭാഷകരുമായിട്ട് സംഘടനം ഉണ്ടാകണ്ട, അതുപോലെ തന്നെ കോടതി വളപ്പിലേക്ക് പോലീസിനെ കയറ്റണ്ട. കോടതി വളപ്പിലേക്ക് അങ്ങനെ നിർദ്ദേശമുണ്ടെങ്കിൽ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയുടെ ഒരു സുരക്ഷിതമായി അവരെ കൊണ്ടുപോകേണ്ടതും വരേണ്ടതും പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതെന്താ ചെയ്യാതിരുന്നത്? എൻ്റെ ഏത് മറുപടിയായി പറയുന്നത്? നാം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ നടക്കുന്നത് മുഴുവൻ ഇതിനെ ക്രമസമാധാന രംഗത്തുനിന്നുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ സുപ്രീം കോടതിയല്ലേ ഇന്ന് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്, ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്? ഇവിടെ വന്ദേ മാതരം അതുപോലെ തന്നെ ദേശീയ പതാകയൊക്കെ മറയാക്കിക്കൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഫാസിസം നടപ്പിലാക്കാനുള്ള കോൺഗ്രസിന്റെ ആരോപണം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് കറുത്ത ദിനങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനുണ്ടാകില്ല, പക്ഷേ ഇത് തീർച്ചയായും ഒരു കറുത്ത ദിനമാണ്. ഇവിടെ സുപ്രീം കോടതിക്ക് ഒരു അഭിഭാഷക സംഘത്തെ അങ്ങോട്ട് അയച്ചതിന് ശേഷം ഡൽഹി പോലീസ് കമ്മീഷണറോട് ഫോണിൽ ചോദിക്കേണ്ടി വന്നു, വാട്ട് ആർ യു ഡൂയിങ് എന്ന്. സുപ്രീം കോടതി ആ പോലീസ് സംവിധാനത്തെ അത്രമേൽ അവിശ്വാസത്തിൽ നിർത്തിയിരിക്കുകയാണ്. നാളെ റിപ്പോർട്ട് കൊണ്ടുവരൂ എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. നോക്കൂ, ഒരു പോലീസ് സംവിധാനം ഇത്രമേലൊക്കെ തരം താഴാമോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അക്രമം നടത്തുന്ന ആളുകളുടെ തോളിൽ തട്ടി ഒരാൾ പോലും പിടിയിലാകരുത് എന്ന് ഉറപ്പുവരുത്തുന്നത് എന്ത് തരം പോലീസ് സംവിധാനമാണ്? വിക്രം ചൗഹാൻ എന്ന ആൾ ദേശീയ പതാകയുമായ കോടതിക്കകത്ത് കയറി മാധ്യമപ്രവർത്തകനെയും ഈ കനയ്യകുമാറിനെയും മർദ്ദിച്ചല്ലോ. അയാൾ ഇപ്പോഴും ഡൽഹിയിലൂടെ സ്വതന്ത്രനായി നടക്കുകയാണ്. കഴിഞ്ഞ ദിവസവും അക്രമം നടത്തിയത് അയാളാണ്. അയാൾക്കൊരു ബുദ്ധിമുട്ടും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. ഒന്ന്, എനിക്ക് ചോദ്യങ്ങൾ ചോദിച്ചു മറുപടി പറയാനുള്ള അവസരം വേണം. ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത് രാജ്നാഥ് സിംഗ് എന്ന് പറയുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങളോട് പ്രതികരിച്ചത് എന്നതിന്റെ ഉത്തരം കഴിഞ്ഞ 18 സർവകലാശാലകൾക്കകത്ത് 2013 തൂക്കിക്കൊന്ന അഫ്സൽ ഗുരുവിന്റെ പേരിൽ ഇതുപോലെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യണം എന്നുള്ളത് ലഷ്കർ ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള രേഖയുടെ റിപ്പോർട്ട് ഷാനിമോൾക്ക് കാണിക്കാൻ വേണ്ടിയല്ല കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി കയ്യിൽ വെച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആണോ ഷാനിമോൾ ഉസ്മാൻ വിശ്വസിക്കുന്നത്, നമ്മൾ വിശ്വസിക്കേണ്ടത്? അതോ കനയ്യകുമാർ പറയുന്നതാണോ ഈ രാജ്യം വിശ്വസിക്കേണ്ടത്? ഇവിടെ മിസ്റ്റർ ബസി എന്ന് പറയുന്ന കമ്മീഷണർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. എന്താ ഉണ്ടായത്? കനയ്യകുമാറിന്റെ അമ്മാമന് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാക്കണമെന്നോ മുത്തച്ഛൻ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാക്കണമോ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ല JNUവില് അവർ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. അവർ ചെറുപ്പക്കാർ സംഘടിച്ചത് എന്തായിരുന്നു? അവരുടെ ആവശ്യം ഇന്ത്യയെ പീസാക്കുമെന്നാണ് പറഞ്ഞ് ടുക്കട ഈ ഭാരതത്തിന് ഞങ്ങൾ കഷ്ണമായിട്ട് തകർത്തു കളയും, വെടിച്ചു കളയും എന്ന് പറഞ്ഞ് JNU സർവകലാശാലയ്ക്കകത്ത് കനയ്യകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടാണ് മിസ്റ്റർ ബസി റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. റിപ്പോർട്ട് പരിഗണിച്ചതിന്റെ പേരിൽ
പേരിലാണ് ഇന്നും മാർച്ച് 2 വരെ അക്കാര്യത്തിൽ കൂട്ടിച്ചേർക്കാനുള്ള കാര്യം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇന്നും കന്നയ്യകുമാർ കോടതിക്ക് എഴുതി കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്, ഞാൻ എന്നും ഇന്ത്യക്കാരനാണ്, ഞാൻ ഒരു ദേശവിരുദ്ധ പ്രവർത്തനവും ചെയ്തിട്ടില്ല, ഇന്ത്യൻ ഭരണഘടനയോട് അങ്ങേയറ്റം ബഹുമാനം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അയാൾ കോളേജ് ക്യാമ്പസിൽ നടത്തിയ പ്രസംഗം ഇന്ന് എല്ലാ മാധ്യമങ്ങൾക്കും ലഭ്യമാണ്, എല്ലാവരും കണ്ടതാണ്. അവിടെ രാജ്യവിരുദ്ധമായ ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ദേശസ്നേഹത്തിന് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട, ഈ ഭരണഘടനയാണ് ഞങ്ങൾ മാനിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ ഈ പ്രതിയാക്കപ്പെട്ട ചെറുപ്പക്കാരൻ ദേശവിരുദ്ധമായി ഒരു പരാമർശം നടത്തുന്നതിന്റെ എന്തെങ്കിലും തെളിവ്, ഒരു മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ എന്തെങ്കിലും തെളിവ് അത് കാണേണ്ടേ? അല്ല, അതിന് ഇപ്പൊ നമ്മൾ തൽക്കാലം വിഷമിക്കണ്ട. ഇസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ ഭീകരവാദിയാക്കി മാറ്റിയവരാണ് ഇവിടുത്തെ മോഡിയും അതുപോലെ തന്നെ അന്ന് ഗുജറാത്തിന്റെ മണ്ണിലുള്ള അമിത്ഷായും എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ, പാവം മുസ്ലിം പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞ് ഈ ചാനൽ ഉൾപ്പെടെയുള്ള ചാനൽ മുറികൾക്കകത്ത് അന്തിച്ചർച്ച നടത്തിയവരാണ് നമ്മൾ. ഇതാ ഹെഡ്ലിയെ കൈകാര്യം ചെയ്തിരിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. ഹെഡ്ലി പറഞ്ഞിരിക്കുന്നു, ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ വരെ ഒറ്റുകാരെ ഉണ്ടാക്കാൻ ഞാൻ പരിശ്രമിച്ചിരുന്നു, ഇവിടുത്തെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങൾ വെടിച്ചു കീറാനും തകർക്കാനും വേണ്ടിയിട്ടുള്ള പദ്ധതി ഇട്ടിരുന്നു, രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയിരുന്നു. ആ നടത്തിയതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ആണ് ഒന്നൊന്നായി പുറത്തു വരുന്നത്. ഇസ്രത്ത് ജഹാൻ ചാവേറായിരുന്നു എന്ന് തെളിഞ്ഞു. ഏതെങ്കിലും ഒരു ചാനൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ ചാവേറായിരുന്നു എന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ ഒരു ഹിയർസേ ആണ്. ഒരാൾ പറഞ്ഞത് കേട്ടുവെന്ന് അദ്ദേഹം മുംബൈ കോടതിയിൽ മൊഴി കൊടുക്കുകയാണ് ചെയ്തത്. CBI ഇക്കാര്യം അന്വേഷിച്ചല്ലോ, CBI ആണ് കണ്ടുപിടിച്ചത് ഇതൊരു ഫേക്ക് എൻകൗണ്ടർ ആയിരുന്നു എന്ന്. ഇനി അക്കാര്യത്തിൽ വ്യക്തത കുറവുണ്ടെങ്കിൽ നിങ്ങളല്ലേ ഭരിക്കുന്നത്, അന്വേഷിച്ച് ഒന്നുകൂടി കണ്ടുപിടിക്കൂ, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തൂ, ഇതൊക്കെയാണ് സംഭവിച്ചത് എന്ന്. അതല്ലാതെ ഒരു അന്വേഷണ റിപ്പോർട്ടും വന്നിട്ടില്ലല്ലോ. ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നുള്ള ഒരാളൊരു ഡിപ്പോസിഷൻ നടത്തി എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് രാജ്യത്തെ മാധ്യമങ്ങളൊക്കെ മാപ്പ് പറയണം. തുടരുക, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ പി രാജീവ്, ഇവിടെ വലിയ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ എന്നുള്ള ആക്ഷേപ പരിസരത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ ആളുകളൊക്കെ സ്വമേധയാ തന്നെ ഇങ്ങനെയുള്ള അക്രമത്തിന്റെ വഴിയിലേക്ക് തിരിയുന്നതാകാം. പക്ഷെ നമ്മുടെ സംവിധാനങ്ങൾ, പോലീസ് അടക്കമുള്ളവ ഈ രാജ്യദ്രോഹികൾ കൈകാര്യം ചെയ്യപ്പെടേണ്ടവരാണ്, ഇവർ അത് നടപ്പാക്കിക്കൊള്ളട്ടെ, ഈ ജനക്കൂട്ടം നീതി നടപ്പാക്കിക്കൊള്ളട്ടെ എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നത്? അല്ല, അതിലൊന്ന്, ഇപ്പോൾ ഈ രാജ്യദ്രോഹം എന്നുള്ളത് ഈ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന ഒരു കുറ്റം ഒരാളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു തുടങ്ങിയത് ഇപ്പോഴല്ല. ഈ 124A എന്നുള്ളത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിക്കെതിരെയും തിലകനെതിരെയും ഉപയോഗിച്ച അതേ വകുപ്പാണ്. അതേ വകുപ്പ് ഇന്ന് വിയോജിപ്പുള്ള ആളുകളെ രാജ്യദ്രോഹികളായി കുറ്റം ചാർത്തിക്കൊണ്ട് കൈകാര്യം ചെയ്യുക. ഇനി ഒരാൾ അങ്ങനെ ഒരു കുറ്റം ചെയ്താൽ, സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, വെറും പ്രസംഗമല്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ രാജ്യത്തിനെതിരെ സംഘടിപ്പിക്കുന്ന അസാധാരണ സാഹചര്യത്തിൽ മാത്രമേ 124A പ്രയോഗിക്കാൻ പാടുള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അത് പരിശോധിക്കാൻ സംവിധാനങ്ങൾ കോടതിയാണല്ലോ. കോടതിക്കകത്ത് ഒരാളെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നീതിന്യായ വ്യവസ്ഥയും നിയമവാഴ്ചയും ഈ രാജ്യത്ത് തകർന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇനിയൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, BJPയുടെ എല്ലാ ആളുകളും ഇതുപോലെ സാധാരണഗതിയിൽ ഒരു മനുഷ്യനും ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവരുടെ ഇന്നത്തെ സാഹചര്യം കൊണ്ടാകാൻ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനിലേക്ക് കാശ്മീരിനെ കൊണ്ടുപോകണമെന്ന് പറയുന്ന ഹുറിയത്തിൻ്റെ നേതാവിനെ വിമോചിപ്പിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ ഉപമുഖ്യമന്ത്രിയായി BJPക്കാരനായിരുന്നു കാശ്മീരിൽ. ഹുറിയത്ത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് പോകണം, ഏറ്റവും കടുത്ത തീവ്രവാദിയായിട്ടുള്ള ഹുറിയത്ത് നേതാവിനെ വിമോചിപ്പിച്ച മുഫ്തി മുഹമ്മദ് സെയ്ദിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഉപമുഖ്യമന്ത്രിയും BJP ആയിരുന്നു. അപ്പോൾ അതിനൊന്നും BJPക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻ അവിടെ മറ്റൊരു സംഘടന നടത്തിയ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അവസരമൊരുക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നുമില്ലാത്തൊരു കാര്യം ആരോപിച്ചുകൊണ്ട് ഒരാളെ രാജ്യദ്രോഹിയാണെന്ന് മുദ്രകുത്തുക, നിയമവാഴ്ചയെ ഇല്ലാതാക്കിക്കൊണ്ട് അവനകത്ത് അക്രമം നടത്തുക. ഇപ്പോൾ ഇവിടെ KVS ചൂണ്ടിക്കാണിക്കേണ്ട പോലീസ് മേധാവി പറഞ്ഞു, പോലീസ് മേധാവി പിന്നെ അവിടെ തുടരാനേ അർഹതയില്ലല്ലോ. സുപ്രീം കോടതി പറയുന്നതിന് വ്യത്യസ്തമായി അതിൽ നിന്ന് ചിന്തിക്കാൻ പോലീസിന്റെ മേധാവിക്ക് ഏത് അധികാരമാണ്? ശരി, അത് മാത്രമല്ല ശ്രീ KVS ഹരിദാസ്, ഇന്ന് ബസ്സി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അവിടെ ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. എന്താണ് കുഴപ്പമുണ്ടായത് എന്ന് നമ്മളെല്ലാവരും കണ്ണുകൊണ്ട് കണ്ടതാണ്, അതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും ഉണ്ട്. എന്നിട്ടും ബസ്സിക്ക് അവിടെ ഒരു പ്രശ്നമുണ്ടായതായി തോന്നുന്നില്ല. അടുത്ത തവണ ഇനി കന്നയ്യകുമാറിനെ ഹാജരാക്കുമ്പോൾ ഞങ്ങൾ ഈ ടാക്ടിക്സ് ഒന്ന് മാറ്റും എന്നാണ് ഈ ബസ്സി പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു പോലീസ് കമ്മീഷണർ? ഡൽഹിയിൽ ബസ്സി കമ്മീഷണറായത് BJP ഗവൺമെൻറ് വന്നതിന് ശേഷമല്ല, അതിന് മുമ്പേയുള്ള കമ്മീഷണറാണ് അദ്ദേഹം.
പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഡൽഹി പോലീസിന് ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ പോരായ്മകൾ, അതിൻ്റെ പരാജയങ്ങൾ പലപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഡൽഹിയിലുണ്ടായ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം, ആ സംബന്ധിച്ച അന്വേഷണം ഒരാളെപ്പോലും ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിടിക്കാൻ ഈ ഡൽഹി പോലീസിന് കഴിഞ്ഞില്ല. അവസാന നിമിഷം അത് മുഴുവൻ BJPക്ക് എതിരാവുന്നതാണ്. ഇവിടെ അത്ര ലളിതമായ കാര്യങ്ങൾ ഈ വിഷയത്തിൽ രാജ്നാഥ് സിംഗ് നേരിട്ടാണ് നിർദ്ദേശം നൽകുന്നത്. സംഭവത്തിന് മുമ്പ് പ്രധാനമന്ത്രി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ JNU ക്യാമ്പസിൽ ഇങ്ങനെ ഒരു റെയ്ഡും ഒരു അറസ്റ്റും നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അത് മാത്രമല്ല, ഇന്ന് ഈ സംഭവത്തിന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി ഈ ഡൽഹി പോലീസ് കമ്മീഷണറെ വിളിച്ച് സംസാരിച്ചു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയല്ല, ഡൽഹിയിലെ അദ്ദേഹത്തിന് റിവാർഡ് കിട്ടുകയാണ്. ഡൽഹി പോലീസ് കമ്മീഷണറായി ബസ്സി ഉടൻ നിയമിതനാകുന്നു എന്നുള്ളതാണ് അണിയറ വർത്തമാനം. അറിയില്ല എനിക്ക്. ഡൽഹി പോലീസ് കമ്മീഷനെ വിളിച്ചിട്ട് പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു. അതിനു മുമ്പ് ആഭ്യന്തരമന്ത്രിയുമായിട്ട്, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുമായിട്ടും അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ രാജീവ്, നമ്മളൊക്കെ ഒരു മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, അഭിഭാഷകരും പോലീസും തമ്മിലുള്ള പ്രശ്നം വരുന്ന സമയത്ത് പോലീസ് എപ്പോഴും വളരെയധികം കോഷ്യസ് ആകുന്നുണ്ട്. അതിന് നമ്മൾ ആ ചെന്നൈ ഇൻസിഡൻറ്റ് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. ചെന്നൈയിൽ LTTയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് 2009 അഭിഭാഷകർ ബഹളം വെച്ചത്. അന്ന് ആ സംഭവം നടന്നപ്പോൾ സുപ്രീം കോടതി ഇടപെടുകയും ജസ്റ്റിസ് BN ശ്രീകൃഷ്ണ, റിട്ടയർഡ് ജഡ്ജായിരുന്നു, അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം ശ്രീകൃഷ്ണ ഒരു കമ്മീഷനായിട്ട് വയ്ക്കുകയും ചെയ്തു. അന്ന സമയത്ത് ഈ അഭിഭാഷകർ പോലീസും തമ്മിലുള്ള പ്രശ്നം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റിസ് ശ്രീകൃഷ്ണയുടെ റിപ്പോർട്ട് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്, സുപ്രീം കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് അഭിഭാഷകരുടെ ഈ തോന്നിവാസങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഈ തോന്നിവാസങ്ങൾ നടക്കുന്ന സമയത്ത് അതിനെതിരെ നടപടി എടുക്കേണ്ടത് ബാർ കൗൺസിലാണ്. ദൗർഭാഗ്യവശാൽ ബാർ കൗൺസിൽ ഇത്തരം കാര്യങ്ങളിൽ വളരെ വളരെ അഴകുഴപ്പം നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അഭിഭാഷക അഡ്വക്കേറ്റ്സ് ആക്ട് അമെൻഡ് ചെയ്യും. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റും സുപ്രീം കോടതിയും നടപടി സ്വീകരിക്കണം, വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ മുമ്പിലാണുള്ളത്. എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ വെളിച്ചത്തിൽ സുപ്രീം കോടതി എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന്. ബാർ കൗൺസിലിൻ്റെ അധികാരങ്ങൾ അഭിഭാഷക വൃത്തിയിൽ തുടരണമോ വേണ്ടോ എന്നത് സംബന്ധിച്ച് മാത്രമാണ്. അല്ലാതെ ഒരാളെ ആക്രമിക്കുന്ന, നിയമം കയ്യിലെടുക്കുന്ന ഒരാളെ കൈകാര്യം ചെയ്യാൻ ഈ രാജ്യത്ത് ഒരു നിയമവും ബാർ കൗൺസിലിന് അധികാരമേ നൽകുന്നില്ല. അതിൽ ജസ്റ്റിസ് ശ്രീകൃഷ്ണ പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. അതിൽ ശ്രീകൃഷ്ണ പറയുന്നത് ഈ അഭിഭാഷകരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഒരു പ്രതീതി, ഞങ്ങളൊക്കെ കോടതിയുടെ ഭാഗമാണ്. BJPയുടെ MLA ഇന്നലെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഏത് കോടതിയുടെ ഭാഗമായിട്ട് BJPയുടെ MLA ആക്രമണം നടത്തുന്നത്? ഞാൻ പറഞ്ഞത് ഇന്ന് വന്നിട്ടുള്ള ആളുകളും എല്ലാവരും അഭിഭാഷകരല്ലോ. അഭിഭാഷകരും അതിനൊപ്പം വന്ന ആളുകളും ചേർന്ന് നടത്തുന്ന ആക്രമണം വരുമ്പോൾ പോലീസ് ചെയ്യേണ്ടത് കോടതിയുടെ ആ ശുപാർശയും റിപ്പോർട്ടും കടക്കുമ്പോൾ അതിന്റെ പുറത്ത് സാധാരണ നിലയ്ക്ക് സുപ്രീം കോടതിക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ നടപടി എടുക്കാവുന്നതാണ്. ശരി, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, അങ്ങനെ ഇന്ന് ആക്രമണം നടത്തിയ അഭിഭാഷകരെ തടയാനോ അവർക്കെതിരെ ബലം പ്രയോഗിക്കാനോ ഒന്നുമല്ല പോലീസ് തയ്യാറായിട്ടുള്ളത്. അവരോട് അപേക്ഷിക്കാനാണ്. പ്ലീസ് സാർ ചോട്ട് ദീജിയെ എന്ന് പറയുന്നുണ്ടായിരുന്നു ഈ പോലീസുകാർ ഈ അക്രമികളോട്. അങ്ങനെ ഇവർ ഇനി കോടതിയുടെ ഭാഗമായതുകൊണ്ട് പോലീസുകാർ പേടിച്ചു പോയതാണോ? അഭിലാഷ്, ഇത് സത്യത്തിൽ ബഹുമാന്യനായ KV ഹരിദാസിനെ പോലെയുള്ളവരിങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടരുത്. കാരണം ഇതിപ്പോൾ BJPയുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് മാറിയിരിക്കുമല്ലേ ഇത്. ഇപ്പോൾ നമ്മൾ നോക്കിയ എന്താണ് ഹൈദരാബാദ് സർവകലാശാലയിൽ നടന്നത്? അവിടെ രോഹിത് വെമുല എന്ന് പറയുന്ന ഒരു കുട്ടി അതിൻ്റെ ആത്മഹത്യയിലേക്ക് അടക്കം നീങ്ങിയ സംഭവങ്ങളെക്കുറിച്ച് അതിൻ്റെ പിന്നോട്ടുള്ള അതിൻ്റെ നാൾ വഴികളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ABVPക്കാർ എന്തെങ്കിലും ഒരു പ്രശ്നം കൂടെ ഉണ്ടാക്കുക, അതൊന്നെങ്കിൽ ലോക്കൽ MP അല്ലെങ്കിൽ ലോക്കൽ MLA, അതല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും പ്രാദേശിക നേതാവ് അത് ഏറ്റെടുക്കുക, അത് മന്ത്രിമാർ അത് എൻഡോഴ്സ് ചെയ്യുക, അത് കഴിഞ്ഞത് BJP നേതൃത്വത്തിന് കൈമാറുക. അങ്ങനെ കലാപങ്ങൾ ഓരോ ക്യാമ്പസിലും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തത്. ഇപ്പോൾ ഇവിടെ ഇദ്ദേഹത്തെ പോലുള്ളവർ പറയുകയാണ് ലാത്തിക്കെതിരെ കേസെടുക്കണമെന്ന് പറയുന്ന പോലെയല്ലേ. ബാർ കൗൺസിലിനാണ് ഇതിൻ്റെയൊക്കെ കുഴപ്പം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കുറ്റമാർക്കാണ്. ഇവിടെ ഡൽഹി എന്ന് പറയുന്ന പ്രദേശത്തെ പോലീസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചർച്ചകൾ നമ്മളൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതല്ലേ. അതിൻ്റെ നിയന്ത്രണമുള്ളത് ആർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഇപ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ മൗനം? അത് ചോദിക്കുമ്പോൾ പിണക്കമാണ് അവർക്ക്. പ്രധാനമന്ത്രി മിണ്ടാത്ത കാര്യം ചോദിക്കുമ്പോൾ പിണക്കമാണ്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ട്വിറ്ററിലൂടെ കാര്യങ്ങൾ പറയുന്ന പ്രധാനമന്ത്രിക്ക് ഹൈദരാബാദിലെ പ്രശ്നം പറയുമ്പോൾ ഒരു 10-25 ദിവസത്തേക്ക് മിണ്ടാട്ടോ ഇല്ല. സ്വന്തം
കണ്ണിന്റെ മൂക്കിന് താഴെ നടക്കുന്ന ഈ സംഭവം ഇന്ത്യ രാജ്യത്ത് ഇത് ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, നിയമവ്യവസ്ഥിതി ശക്തമായി നിന്നെങ്കിൽ മാത്രമേ ജനാധിപത്യത്തിന് ശക്തി ഉണ്ടാവുകയുള്ളൂ. ഇത് എന്ന് വരെ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ? കോടതിയിലും മജിസ്ട്രേറ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ ജഡ്ജി ഇരിക്കുന്ന കസേരയ്ക്ക് മുകളിൽ കയറി ഇവിടെ മുദ്രാവാക്യം വിളിക്കുക, എന്നിട്ട് അതിനെ ന്യായീകരിക്കുക. ഇത്തരത്തിലെ ന്യായീകരണങ്ങൾ കൊണ്ട് കാര്യമില്ല. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ശക്തമായി പ്രതിഷേധിക്കുന്ന അപലപിക്കുന്ന ഒരു വിഷയം തന്നെയാണിത്. പിഎംഒയുടെയും രാഷ്ട്രപതി ഭവന്റെയും ഒക്കെ ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് രാജ്യത്തെ അങ്ങേയറ്റം നാണിപ്പിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ നടന്നത് എന്നോർക്കണം. അതിന് കാരണക്കാരായ ഒരാൾ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഈ നിമിഷം വരെ. രാജീവ് ധവാനെ പോലെയുള്ള ഒരു അഭിഭാഷകൻ പാകിസ്ഥാൻകാരൻ എന്ന ആക്ഷേപം കേൾക്കേണ്ടി വരിക, കപിൽ സിബലിനെ പോലെയുള്ള ആളുകൾ അവിടെ ചെന്ന് തല്ല് വാങ്ങേണ്ടി വരിക, ഇതാണ് ഒരു തരത്തിലും ലോ ആൻഡ് ഓർഡർ ഇല്ലാത്ത അവസ്ഥ എന്നുള്ളത് മാത്രമല്ല, ഇതിനൊക്കെ സ്റ്റേറ്റ് വളം വെച്ചു കൊടുക്കുന്നു. ഭരണകൂടം ഇതിൻ്റെ ഭാഗമാണ് എന്ന ചിന്തയാണ് ആളുകളെ കൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയി ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് തോന്നിപ്പിക്കുന്നത്. അതായത് മിസ്റ്റർ അഭിലാഷ്, ഇവിടെ രാജ്യദ്രോഹ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ രാജ്യസ്നേഹികളായിട്ടുള്ള നമ്മുടെ ധീരന്മാരായിട്ടുള്ള ജവാന്മാർ, ഇപ്പൊ തന്നെ അഫ്സൽ ഗുരുവിന്റെ കേസിൽ നമുക്കറിയാമല്ലോ, ശരീരത്തിൽ നിന്ന് 23 ബുള്ളറ്റാണ് ആ പോലീസ് ഓഫീസറുടെ ദേഹത്ത് നിന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുകയാണ്. അപ്പൊ ഭീകരന്മാർക്ക് സൗകര്യപൂർവ്വം ഇവിടെ കടന്നു വരാമെന്നും ഭീകരന്മാർ ഇവിടെ വന്ന് പാർലമെന്റ് വരെ ആക്രമിച്ച് തിരിച്ചു പോയാലും ആ ഭീകരന് വേണ്ടി ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഞങ്ങൾ ക്യാമ്പസുകൾക്കകത്ത് ഞങ്ങൾക്ക് തോന്നിവാസം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കും എന്നൊക്കെ തീരുമാനിക്കുന്ന ആളുകളെ അംഗീകരിക്കും ശ്രീമതി ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ള ആളുകൾക്ക് സാധിക്കും. 2013 തൂക്കിക്കൊന്നത്. 2013 കഴിഞ്ഞു, 14 കഴിഞ്ഞു, 15 കഴിഞ്ഞു, 3 വർഷമായിട്ട് അതിനെ തുടർന്ന് 18 സർവകലാശാലയിൽ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാക്കാൻ 2016 വരെ കാത്തിരുന്നു. ഈ ഗൂഢാലോചനയെ കുറിച്ചും അന്വേഷണം നടക്കും. ഒപ്പം ഞാൻ ബഹുമാനായിട്ടുള്ള രാജീവ് പറഞ്ഞല്ലോ, കാശ്മീർ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഈ കാശ്മീർ ഇന്ത്യൻ പാർലമെന്റിനകത്ത് പാസ്സാക്കുന്ന നിയമങ്ങൾ പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത, സാധ്യതയില്ലാത്ത പ്രത്യേക സംവിധാനം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് കാശ്മീർ. ആ കാശ്മീരിൽ ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ച നിലപാട് 1/3 വരുന്ന ഭാഗം പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ്. ആ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന 1/3 ഭാഗത്തെയും ബാക്കിയുള്ള ഭാഗത്തെയും ചേർത്തുകൊണ്ട് അവിടെ ഭീകരവാദികളുടെ കൂടാരത്തെ സൃഷ്ടിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ അതിശക്തമായിട്ടുള്ള ഒരു ഭരണകൂടം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് കാശ്മീരിൽ നിന്ന് നല്ലൊരു ഭരണം നടക്കുന്നത്. കാശ്മീരിലെ കുട്ടികൾ സ്വതന്ത്രമായി പഠിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് വികസന പദ്ധതികളും പ്രക്രിയകളും നടക്കുന്നു. ആരാണ് രാജ്യദ്രോഹ മുദ്രാവാക്യം മുഴക്കിയത്? ആരാണ് രാജ്യദ്രോഹ പ്രസംഗം നടത്തിയത്? അവരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? ഈ കന്നയ്യകുമാർ അല്ലല്ലോ, ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരല്ലല്ലോ. ആ പ്രസംഗം നടത്തിയ ഒരാളും നിങ്ങളുടെ പോലീസിന്റെ പിടിയിലായിട്ടില്ല. നിങ്ങളുടെ സഖ്യകക്ഷിയായ PDPക്ക് ഇതേ നിലപാടാണുള്ളത് അഫ്സൽ ഗുരുവിന്റെ കാര്യത്തിൽ. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടപ്പാക്കൽ നിയമവ്യവസ്ഥയെ പരിഹസിക്കലാണ് എന്ന നിലപാട് അവർക്ക് ഇപ്പോഴുമുണ്ട്, മുൻപുമുണ്ട്. 15 മിനിറ്റ് മുൻപ് നിങ്ങളുടെ നേതാവ് രാം മാധവും മെഹബൂബ മുഫ്തിയെ സന്ദർശിച്ച് ഇറങ്ങി മാധ്യമങ്ങളെ കണ്ടിട്ടേ ഉള്ളൂ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് മിസ്റ്റർ അഭിലാഷിന് മനസ്സിലായില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രവും അതുപോലെ തന്നെ ലഷ്കർ ഇ തോയ്ബയും നമ്മുടെ ഭാരതത്തിനകത്ത് ഭീകരവാദികളെ സൃഷ്ടിക്കാനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റണം എന്ന ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ ആഗ്രഹമില്ല. ഞങ്ങൾ ആ ഭരണകൂടത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ദേശീയധാരയിലേക്ക് കാശ്മീരിലെ മുഴുവൻ ജനതയെയും കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ റിസ്ക് ഏറ്റെടുത്തിട്ടുള്ളത്. അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ ചോദിക്കട്ടെ, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഇപ്പൊ നേരത്തെ പറയുന്നത് കേട്ടല്ലോ, രോഹിത് വെമുലയെ കുറിച്ച് അല്ലേ? എന്റെ ഈ അടൂരില് 2 ആഴ്ചക്കാലം കെട്ടിയിട്ട് പീഡിപ്പിച്ചില്ല 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ. എവിടെയായിരുന്നു നിങ്ങളുടെ ദളിത് പ്രേമം? ഇതാ തൃപ്പൂണിത്തറയില്, കോട്ടയത്ത് ഒരു പെൺകുട്ടി മെഡിക്കൽ കോളേജിൽ കിടന്നു. എന്താ? SFIക്കാരുടെ കലാപത്തിനിരയായിക്കൊണ്ട് അവരാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചത്. എന്താ ശ്രീമതി ഷാനിമോൾ ഉസ്മാന്റെ പാർട്ടിക്ക് അതിൽ വേദനയില്ലേ? പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ സംഘടനകളോടൊപ്പം ചേർന്നുകൊണ്ട് പശ്ചിമ ബംഗാളിലും കേരളത്തിലും തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഹുൽ എടുത്തിട്ടുള്ള, ഷാനിമോൾ ഉസ്മാന്റെ നേതാവ് രാഹുൽ ഗാന്ധി എടുത്തിട്ടുള്ള സമീപനത്തിന്റെ പരിണിത
ഫലമായിട്ടാണ് ഇപ്പൊ വായ് മൂടിക്കെട്ടിയിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരൻ. രാജ്യം ഇത് ചർച്ച ചെയ്യട്ടെ. പിന്നെ സുപ്രീം കോടതി പറഞ്ഞല്ലോ, എല്ലാവരോടും സംയമനം പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ചെന്നിട്ടുള്ള വക്കീലന്മാരോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ചെന്നിട്ടുള്ള ഇവിടുത്തെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ, കോടതി വരാന്തയ്ക്കകത്തേക്ക് കയറി ചെന്ന ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. കോടതി കൃത്യമായിട്ട് അങ്ങനെ ഒരു സംയമനത്തിന്റെ ആവശ്യം ഈ വിഷയത്തിലുണ്ടോ? ഇവിടെ ഫാഷിസം ഇതാ വന്നിരിക്കുന്നു നമ്മുടെ വീട്ടിന് മുൻപിൽ എന്നുള്ള തരത്തിൽ ഇവിടെ എല്ലാ പൗരാവകാശങ്ങളും ലംഘിക്കപ്പെടുകയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയാണ് എന്നൊക്കെ വല്ലാതെ മുറവിളി കൂട്ടേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടോ? അങ്ങനെ ഒന്നില്ല എന്നുള്ളതാണ് BJPയുടെ അവകാശവാദം. അല്ല, BJPയുടെ അവകാശവാദം ഈ രാജ്യത്ത് ഒരാളും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുന്നു. BJP അംഗീകരിച്ചിരുന്ന പല ആളുകളും ഇപ്പോൾ ആ നിലപാട് മാറ്റാൻ ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കണ്ടല്ലോ, ഇവിടെ ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുന്നത്, അവിടെ വരാന്തയിൽ കയറി വന്ന ആളുകൾ, വരാന്തയിൽ കയറി വന്നത് സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള ഒരു അഭിഭാഷക കമ്മീഷൻ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകരാണ്. അവർ വന്നത് കേവലം അഭിഭാഷകർ എന്ന നിലയിലല്ല, ഈ രാജ്യത്ത് ഉന്നത നീതിപീഠം ഏൽപ്പിച്ച ചുമതല നിർവഹിക്കാൻ വന്നവരാണ്. അവരെ പോലും കൈകാര്യം ചെയ്യാനായി രാജ്യം ഭരിക്കുന്ന പാർട്ടി തയ്യാറാകുന്നു. ആ പാർട്ടി തയ്യാറാകുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പോലീസ് അവിടെ നിശബ്ദമായിരിക്കുന്നു. ഇവിടെ KVS-നോട് എനിക്ക് നല്ല ബഹുമാനമുള്ള ആളാണ്, പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. ഡൽഹി സംസ്ഥാനത്തിൻ്റെ മന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഭയമില്ലാത്തതാണ് ഡൽഹി പോലീസ്. അഭിഭാഷകൻ്റെ ഗൗണ് കണ്ടപ്പോൾ പോലീസാകെ ഏതോ കമ്മീഷൻ റിപ്പോർട്ടിനെ ഓർത്തുകൊണ്ട് ഭയപ്പെട്ടു എന്ന് പറയുമ്പോൾ, ഡൽഹി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു പോലീസിനെ കുറിച്ച് ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും പ്രധാനമന്ത്രി എന്തിനാണ് കമ്മീഷൻ വിളിച്ചെന്ന് പരിശോധിക്കേണ്ടി വരും. അവരുടെ എല്ലാം ഒത്താശയോടുകൂടി തങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന വിയോജിപ്പുകൾ ഇല്ലാതാക്കുക. ഈ രാജ്യത്തിൻ്റെ സെൻസസ് ആകെ തകരുമ്പോൾ, സാമ്പത്തിക നില ആകെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു കലാപത്തിലൂടെ ചർച്ചയെ വഴിതിരിച്ചു വിടുക. ഇങ്ങനെ ആസൂത്രിതമായൊരു ഗൂഢാലോചനയോടെ എല്ലാ തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. അപ്പോൾ അതിനെതിരെയുള്ള ജനാധിപത്യവാദികൾ അതിശക്തമായി പ്രതിഷേധിക്കേണ്ടതാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അനുഭവങ്ങൾക്കാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഇവിടെ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന നിലപാട്, രാഹുൽ ഗാന്ധി തന്നെ ജവഹർലാൽ നെഹ്റു ക്യാമ്പസിൽ പോവുകയും ഇന്ന് NSUവിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അവിടെ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കും ബോധ്യമുണ്ട്. അത്തരം കാര്യങ്ങളോട് നിങ്ങളുടെ പാർട്ടിക്കും യോജിപ്പുണ്ടാകില്ലല്ലോ. ഇത് മോഡി സർക്കാരിനെ അടിക്കാൻ കിട്ടുന്ന ഒരു വടി എന്നുള്ള നിലയിലാണോ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക? അതല്ലാതെ ഗൗരവമായ വിധത്തിൽ അടിയന്തരാവസ്ഥ കാലത്തേതുപോലെ വലിയ പൗരാവകാശ ധ്വംസനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിക്കുമുണ്ടോ? അഭിലാഷ, ഇതിനകത്ത് മോദി സർക്കാരിനെ അടിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും ആർക്കുമില്ല. 5 വർഷക്കാലത്തേക്കാണ് അവർക്ക് ജനവിധി. അവർ 5 വർഷക്കാലം ഭരിക്കണം. പിന്നെ ഇവിടെ പറഞ്ഞത് എന്താണ്? നമുക്കറിയാം ഇപ്പോൾ ക്യാമ്പസുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം, ഈ ക്യാമ്പസുകളിൽ എവിടെയും വിദ്യാർത്ഥികൾ, ഇപ്പോഴത്തെ തലമുറയെക്കുറിച്ച് വലിയ എതിരഭിപ്രായമൊക്കെ ആളുകൾ പറയും. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഒരു സ്ഥലത്ത് പോലും വിദ്യാർത്ഥികൾ കലാപം ഉണ്ടാക്കുന്നില്ല. അവരവരുടെ ആശയപരമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അത് ഏത് വിദ്യാർത്ഥി സംഘടനയാവട്ടെ, അത് ABVP ഒഴികെ, അത് ഹൈദരാബാദ് ക്യാമ്പസ് ഞാനും പോയി ഒരു ദിവസം അവരുടെ കൂടെ ഇരുന്നതാണ്. അത് അവിടെ ആവട്ടെ, JNUവിലാവട്ടെ, വിദ്യാർത്ഥി സംഘടനകൾ, വിദ്യാർത്ഥികളുടെ അവരുടെ സമരമുറകളൊക്കെ മാറിയിരിക്കുന്നു. അവരാശയപരമായി നേരിടുമ്പോൾ ഭരണകൂടമാണ് ഇവിടെ കലാപം ഉണ്ടാക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. പിന്നെ ശോഭാ സുരേന്ദ്രൻ 2 മിനിറ്റ് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. രാജ്യത്തിന് വേണ്ടി BJP ചെയ്യുന്ന ആ കൂട്ടത്തിലൊരു ചെറിയ കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അതുകൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ പ്രധാനമന്ത്രി രാജ്യത്തിന് വേണ്ടി പാകിസ്ഥാനിലൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയതിൻ്റെ ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, പത്താംകോട്ടിലൊരു 10-15 ജവാന്മാർ മരിച്ചു വീണു. അപ്പം നയപരമായ തീരുമാനങ്ങളില്ലാതെ ഇവിടെ ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കുക, അതിനപ്പുറമായിക്കൊണ്ട് മതത്തിൻ്റെ പേരിലുള്ള വിദ്വേഷം ഉണ്ടാക്കുക, ഇവിടെ ഫാസിസം അടിച്ചേൽപ്പിക്കുക എന്നുള്ള സംഘപരിവാറിൻ്റെ അജണ്ട മാത്രമാണ്. ഈ ഗവൺമെൻറ്റിന് ദീർഘവീക്ഷണമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്ത്. നിങ്ങൾക്ക് നയപരമായ വിദേശ നയത്തിലടക്കം മറ്റ് പല കാര്യങ്ങൾ നിങ്ങൾക്ക് നയങ്ങൾ എടുക്കാമല്ലോ. എടുത്ത കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള തെറ്റുകൾ തിരുത്താമല്ലോ. നിങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടല്ലോ. അതിന് പകരമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള സമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്നൊന്ന് ആലോചിക്കണം. അപ്പോൾ ഇത് നമ്മളിപ്പം മൈതാന പ്രസംഗം പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പിടിപ്പിക്കുക എന്നുള്ളതിനപ്പുറമായിക്കൊണ്ട് സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു കസ്റ്റഡി പ്രതിയാണ് ഇന്ന് മർദ്ദിച്ചത്, ചവിട്ടിയത്. നമ്മൾ കാണുക, ഇന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുക, കോടതിയിൽ നിന്ന് അഭിഭാഷകരെ ഒഴിപ്പിക്കാൻ, വിസ്താരം നിർത്തിവെക്കാൻ.
എന്നിട്ട് നമ്മുടെ നാട്ടിലെ ക്രമസമാധാനത്തിലെ തകരാറിലാണെന്നടക്കം ആശങ്കപ്പെടുമ്പോൾ അതൊന്നും കണ്ടില്ല, അതൊക്കെ ആരുടെയോ കുറ്റമാണ് എന്ന് പറയാതെ ഇത് തെറ്റുതിരുത്താൻ നിങ്ങളുടെ നേതൃത്വത്തോട് പറയണം ശോഭാ സുരേന്ദ്രൻ. ശരി, അതാണ് കോൺഗ്രസിന്റെ നിലപാട്. KVS ഹരിദാസ്, ഇപ്പോൾ ഈ ദേശസ്നേഹത്തിന്റെ മേലങ്കി എടുത്തണിഞ്ഞ് ഒരു സർവകലാശാലയെ ആകെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു, അഭിപ്രായം പറയുന്നവരെ എല്ലാം ടാർഗറ്റ് ചെയ്യുന്നു, മാധ്യമപ്രവർത്തകർക്ക് അവരുടെ ജോലി ചെയ്യാൻ കഴിയാത്ത വണ്ണമുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ നിഷ്കളങ്കമായി അങ്ങ് നടന്നു പോകുന്നതായിരിക്കില്ലല്ലോ. ഇങ്ങനെ ഇപ്പോൾ ദേശസ്നേഹത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള സാഹചര്യം എന്താണ് ഇവിടെ? ഒരു പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെ ചില കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതായിരിക്കുമോ? അതല്ല, അപ്പോൾ ഞാനുണ്ട്, രാജീവുണ്ട്, എനിക്കൊരു ഷാനിമോളും അതെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി പൊതുരംഗത്ത് വന്നവരാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ആ കാലഘട്ടത്തിൽ കോളേജുകളിൽ ഇതുപോലുള്ള സംവാദങ്ങൾ നടക്കാറില്ലേ? വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ എല്ലാവരും സംവാദങ്ങൾ നടത്താറുണ്ട്, ചിലപ്പോൾ സംഘടനകൾ ഉണ്ടാവാറുണ്ട്, ഒക്കെ ഉണ്ട് ക്യാമ്പസുകളിൽ. പക്ഷേ ഈ അടുത്ത കാലത്ത് കാണുന്ന ഒരു സംഭവങ്ങൾ, ഒരു ആൻറ്റി നാഷണൽ തിങ്കിങ് ഉണ്ടാകുന്നു ചെറുപ്പക്കാരുടെ ഇടയിൽ. അതിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇൻവോൾവ് ആണെന്നല്ല, പക്ഷേ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇപ്പോൾ ഹൈദരാബാദിൽ നമ്മൾ കേട്ടിരുന്നു, അതിനെക്കുറിച്ച് വിവാദങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് JNUവിലുണ്ടായി. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിലുണ്ടായ, കൽക്കട്ടയിലുണ്ടായ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ ഇന്നിപ്പോൾ അവരവിടെ പ്രകടനം നടത്തിയിട്ടുണ്ട്. അവരാവശ്യപ്പെടുന്നത് കാശ്മീരിന് സ്വാതന്ത്ര്യം വേണം, മണിപ്പൂരിന് സ്വാതന്ത്ര്യം വേണം, നാഗാലാൻഡിന് സ്വാതന്ത്ര്യം വേണം. ഇത്തരം വാദഗതികളാണ് ഉയരുന്നത്. അത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് അതിനെതിരായിട്ട് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് പ്രശ്നം. അത് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഒരു ദേശീയ വീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പരിഷത്തുകാരായിരിക്കും പ്രതികരണവുമായിട്ട് മുന്നോട്ട് വരുന്നത്. സംഘടനകളിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങുന്ന അതാണ്. പക്ഷേ ഈ സമയത്ത് നമ്മൾ കാണേണ്ടത്, പല സമയത്തും ഈ അധ്യാപക വൃന്ദങ്ങളിൽ നിന്ന് പോലും ഇത്തരം വിഘടനവാദ ചിന്താഗതിക്കാർക്ക് പിന്തുണ ലഭിക്കുന്നുണ്ട് പല ഭാഗത്തും. ഇപ്പോൾ JNUവിൽ മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും ആ നിലയിൽ ചിന്തിക്കുന്നവരാണെന്നൊന്നും അഭിപ്രായമില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സമരത്തിൽ തന്നെ 10-20 കുട്ടികളായാലും മുമ്പിലുണ്ടായിരുന്നേ. പക്ഷെ അവരാണ് ഇത്രയും വലിയൊരു കോലാഹലം ഉണ്ടാക്കിയത്. അതിൻ്റെ നടുവിലാണ് ഈ വിദ്യാർത്ഥി യൂണിയൻ നേതാവിനെ പിടിച്ചു നിർത്തിയത്. സ്വാഭാവികമായിട്ട് ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരെ കൂടി കേസിൽ പ്രതി ചേർക്കുന്നത് പോലീസിൻ്റെ ഒരു ശൈലിയാണ് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. രാജീവ്, അങ്ങനെ ദേശവിരുദ്ധമായ കാര്യങ്ങൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ മറവിൽ വ്യാപകമാവുകയാണോ? ഇവിടെ ഇപ്പോൾ ഒരു കൂട്ടം അഭിഭാഷകർ ഇങ്ങനെ വളരെ തരംതാണ ഗുണ്ടാ പ്രവൃത്തിയിലേക്ക് പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് സെന്റിമെന്റ്സിന്റെ പ്രകടനമായി കണ്ടാൽ മതിയോ? അല്ല, ഇത് വളരെ ആസൂത്രിതമായ നീക്കമാണെന്ന് എല്ലാവർക്കും അറിയാൻ കഴിയും. അല്ലെങ്കിൽ ഡൽഹി പോലെ, പട്യാല ഹൗസ് പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. JNU എന്നുള്ളത് എക്കാലത്തും വിയോജിപ്പിൻ്റെ ആദരവ് നൽകിയിരുന്ന ഒരു സർവകലാശാലയാണ്. അവിടെ മാവോയിസ്റ്റുകളുമായി വേർപിരിഞ്ഞ് പോയിട്ടുള്ള സംഘത്തിനാണ് പരിപാടി സംഘടിപ്പിക്കാൻ പോയത്. അവരിപ്പോൾ, ഞാൻ കാശ്മീരിലേക്ക് കിടക്കുകയല്ല, PDP പറഞ്ഞത് അഫ്സൽ ഗുരുവിൻ്റെ ചിതാഭസ്മം ഞങ്ങൾക്ക് വേണമെന്നാണ്. വെറുതെ അഫ്സൽ ഗുരുവിനെ കൊന്നത് തെറ്റാണെന്ന് മാത്രമല്ല, ആ ചിതാഭസ്മം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാലാണ് ഇപ്പോൾ രാമാധവ് പോയി ഇന്ന് കണ്ട വ്യക്തി അത് വേണം എന്ന് പരസ്യമായി ആവശ്യപ്പെട്ട ആളാണ്. അപ്പോൾ നിങ്ങൾ എന്തിനെയാണ് ദേശദ്രോഹമായി കാണുന്നത്? അത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം ദേശദ്രോഹമാണ്. അങ്ങനെ പറയാനുള്ള ഒരു ക്രെഡിബിലിറ്റിയുമുള്ള പ്രസ്ഥാനമല്ല BJP എന്ന് ഇന്ത്യയുടെ ചരിത്രം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ തന്നെ ദേശീയ പതാക എടുത്തുകൊണ്ട് ഈ രാജ്യത്ത് ദേശീയ പതാകയുടെ നിയമമില്ലേ? ആ നിയമം എടുത്തുകൊണ്ട് അഭിഭാഷകൻ എന്ന് പറയുന്ന ആളുകൾ എങ്ങനെ അടിക്കുന്നത്? കാരണം ദേശീയ പതാകയ്ക്കെതിരെ 47 മുതൽ ഇപ്പോൾ KVS ഒക്കെ RSSൻ്റെ ചരിത്രം നന്നായി അറിയാവുന്ന ആളായതുകൊണ്ട് ഗോൾവാൾക്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ആരും കയ്യിൽ വയ്ക്കരുത്, ഇതല്ല നമ്മുടെ പതാക, കാവ്യാണ് വേണ്ടത്. 3 എന്നുള്ളത് ശുഭസൂചകമല്ല, 3 നിറമേ പാടില്ല, കാവ്യാണ് വേണ്ടത്, ഒരാളും കയ്യിൽ വയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞതിൻ്റെ തനിയാവർത്തനമാണ്. ദേശീയ പതാകയെ പോലും അപമാനിക്കുന്ന രൂപത്തിൽ ഇത് ഞങ്ങൾക്ക് അടിക്കാനുള്ള ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുക, കോടതി മുറിയെ ഈ രൂപത്തിൽ ആക്രമണത്തിൻ്റെ വേദിയാക്കുക, സുപ്രീം കോടതിയെ പരസ്യമായി വെല്ലുവിളിക്കുക. അപ്പോൾ നിയമവാഴ്ച തകരുന്നു എന്നുള്ളത് പ്രധാനമന്ത്രി ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ആളുകളുടെ ഒത്താശയോടെയും അവരുടെ അനുഗ്രഹത്തോടെയുമാണ്. വല്ലാത്ത അപകടത്തിലേക്ക് രാജ്യം പോകുന്നു എന്ന സൂചനകളാണ് ഇതെല്ലാം നൽകുന്നത്. വല്ലാത്ത അപകടത്തിലേക്ക് രാജ്യം പോകുന്നു എന്ന സൂചന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇല്ലേ? അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് ഗാർഡിയൻ പത്രം ഇന്ത്യയിൽ നടക്കുന്നതിനെക്കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി, ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 3-4 മാസം മുൻപ് ആഗോള മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ് ഇന്ത്യയിലെ നില. ഒരു വലതുപക്ഷ രാഷ്ട്രീയ ഭരണം ഇവിടെ ഉണ്ടാകുമ്പോൾ സമൂഹമാകെ തന്നെയും ഇന്ത്യ ഏറെക്കാലമായി പിന്തുടർന്നു വന്നിരുന്ന ജനാധിപത്യ മൂല്യങ്ങൾ, സഹിഷ്ണുത, ഇതൊക്കെ കൈയൊഴിഞ്ഞ് വല്ലാത്ത അസഹിഷ്ണുതയുള്ള, ആക്രമണോത്സുകതയുള്ള ഒരു തരം സൊസൈറ്റിയായി പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇടപെടാനുള്ള
ആ വലിയ ചുമതല ഭരണകൂടം നിറവേറ്റുന്നുണ്ടോ? ഇക്കാര്യത്തിലടക്കം എന്താണ് ഭരണകൂടം ചെയ്യുന്ന റോൾ? അല്ല, ഇവിടെ ഈ ബഹുമാനായിട്ടുള്ള രാജീവിന്റെ പാർട്ടി അവരെടുത്തിട്ടുള്ള സമീപനം, അവർക്ക് നിയമത്തെക്കുറിച്ച് പറയാൻ എന്താ അവകാശമാണുള്ളത്? ഹൈക്കോടതി ജഡ്ജിയെ നാടുകടത്താൻ വിധിച്ചവരാണവർ. ഏതെങ്കിലും ഒരു കേസിൽ തങ്ങളുടെ പാർട്ടിക്കെതിരായിട്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു കൊലക്കേസിൽ വധശിക്ഷ പ്രഖ്യാപിക്കുകയോ ചെയ്താൽ ആ കോടതി മുറിക്കകത്തേക്ക് മാർച്ച് നടത്തിയിട്ടുള്ള ആളുകളാണ് ഈ രാജീവിന്റെ പാർട്ടിയുടെ നേതാക്കന്മാര്. നമ്മുടെ മുന്നിൽ ചരിത്രമുണ്ട്. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തെ പോലും കരിദിനമായി ആചരിച്ചവരാണവർ. സുഭാഷ് ചന്ദ്രബോസിനെ ചെരുപ്പ് തക്കി എന്ന് വിളിച്ചത് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഏത് കാര്യത്തിലാണ് രാജ്യത്തോട് നിങ്ങൾ കൂറു പുലർത്തിയിട്ടുള്ളത്? ക്വിറ്റ് ഇന്ത്യ സമരത്തെ നിങ്ങൾ ഒറ്റുകൊടുത്തവരല്ലേ? നിങ്ങൾ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ ദിനത്തെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നടക്കുന്ന രാജ്യത്തെ അല്ലല്ല രാജ്യത്തെ എന്താണ് മിസ്റ്റർ അഭിലാഷ്? ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം അഭിലാഷിന് ഈ ബുദ്ധിമുട്ട്, രാജീവോ ഷാനിമോളോ സംസാരിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ട് അഭിലാഷിന് ഇല്ലല്ലോ. അപ്പൊ രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾക്കകത്ത് ശ്രീമതി ഷാനിമോൾ പറഞ്ഞല്ലോ നമ്മുടെ കുട്ടികളൊക്കെ നല്ലവരാണ്. അത് ശരിയാ, അത് കുറച്ച് വോട്ട് കേരളത്തിലെ കുട്ടികളുടെ കിട്ടുമെന്ന് കരുതിയിട്ടാണ് അത് പറഞ്ഞത്. ഇവിടെ ക്യാമ്പസുകൾക്കകത്തുള്ള മുഴുവൻ കുട്ടികളും കുഴപ്പക്കാരല്ല. ഒരു ചെറിയ ന്യൂക്ലിയസ് വരുന്ന കുട്ടികളെ ഭീകരവാദികളാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആ കുട്ടികളുടെ രക്തം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഞങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് JNU ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ ക്യാമ്പസുകൾക്കകത്ത് നടത്തിക്കൂട്ടുന്ന ഇതാ കുന്നംകുളത്ത് ഒരു കോളേജില് എന്താ സ്വീകരിച്ച നടപടിക്രമം? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് എന്താ ആ മാഗസിനിൽ എഴുതിയത്? അതിന്റെ പേരിലാണ് ന്യായങ്ങൾ സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ക്ഷമിക്കുക ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. രാജ്യമാകെ തന്നെ തലകുനിക്കേണ്ടി വരുന്ന സാഹചര്യം ഇന്ന് ഡൽഹി പാട്യാല ഹൗസ് കോടതിയിൽ ഉണ്ടാകുന്നു. കന്നയ്യ കുമാർ എന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് കോടതി മുറിക്കകത്തടക്കം മർദ്ദനമേൽക്കുന്ന വിധത്തിൽ അഭിഭാഷകർ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ ഇന്ന് ഉണ്ടായത്. സുപ്രീം കോടതി നാളെ അടിയന്തര റിപ്പോർട്ട് ഡൽഹി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് നാളെ ഒരുപക്ഷെ കൂടുതൽ വ്യക്തത സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഈ ഘട്ടത്തിൽ എങ്ങനെ ഇടപെടും എന്നുള്ളത് കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും.